ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധത്തിലെ 41-ാം അധ്യായം, ഭഗവാന്റെ മധുരാപുരി പ്രവേശം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ അക്രൂരനോടുകൂടി വന്ന ശേഷം അക്രൂരനെ പറഞ്ഞയച്ച് പിറ്റേ ദിവസം കൂട്ടുകാരുമായി ബലരാമനോടുകൂടി മധുരാപുരി കാണാൻ ഇറങ്ങിയിരിക്കുന്നതും ആ മധുരാപുരിയെ വർണ്ണിച്ചു. മധുരാപുരിയിലുള്ള സ്ത്രീകൾ വളരെ പരവശരായിക്കൊണ്ട് വ്യഗ്രതയോടുകൂടെ ഭഗവാനെ കാണാനായിക്കൊണ്ട് ഭഗവാൻ സഞ്ചരിക്കുന്ന മാർഗത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള വീഥികളിലും അല്ലെങ്കിൽ ഗൃഹങ്ങളുടെ മട്ടുപ്പാവിലും എല്ലാം ഓടിക്കയറുന്ന രംഗങ്ങൾ, അവരുടെ വേഷങ്ങളും ആഭരണങ്ങളുമെല്ലാം വേണ്ടതുപോലെ ധരിക്കാതെ ഒരു കണ്ണിലും ഒരു കാതിലും ഒരു കാലിലുമൊക്കെ ധരിച്ച് കണ്ണെഴുതുന്നത് ഒരു കണ്ണ് മാത്രം എഴുതി ഒരു കാതിൽ കുണ്ടലമിട്ട് ഒരു കാലിൽ പാദസരമിട്ട് ഓടുകയായിരുന്നു അവർ. ഉറങ്ങുന്നവർ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റും, ഭക്ഷണം കഴിക്കുന്നവർ അതുപേക്ഷിച്ചും, കുട്ടികൾക്ക് മുല കൊടുക്കുന്നവർ അതുപേക്ഷിച്ചും, അങ്ങനെ എണ്ണ തേച്ച് കുളിക്കാൻ പുറപ്പെട്ടവർ കുളിക്കാതെയും എല്ലാം ഓടിക്കൂടുന്നത് വർണ്ണിച്ചു. നമ്മൾ 28-ാം ശ്ലോകം വരെയാണ് വർണ്ണിച്ചത്. തുടർന്നാണ് കാണേണ്ടത്. അത് നമുക്ക് 18-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ആദ്യം തൊട്ട് വായിക്കുന്നില്ല, 18-ാം ശ്ലോകം മുതൽക്ക്. ശ്രീശുക ഉവാച എന്നുള്ളടത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 41-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 18-ാം ശ്ലോകം. ഏവമുക്തോ ഭഗവതാ സ്വക്രൂരോ വിമനായിവ പുരീം പ്രവിഷ്ടഃ കംസായ കർമാവേദ്യഗൃഹം യയൗ. അദാപരാഹ്ണേ ഭഗവാൻ കൃഷ്ണഃ സംഘർഷണാന്വിതഃ മധുരാം പ്രാവിശത് ഗോപൈഃ ദിദൃക്ഷുഃ പരിവാരിതഃ. ദദർശതാം സ്ഫാടികതുംഗഗോപുരദ്വാരാം ബൃഹദ്ഹേമകവാടതോരണാം താമ്രാരകോഷ്ഠാം പരിഘാതുരാസതാം ഉദ്യാനരമ്യോപവനോപശോഭിതാം സൗവർണശൃംഗാടകഹർമ്മ്യനിഷ്കുടൈഃ ശ്രേണീസഭാഭിർഭവനൈരുപസ്കൃതാം വൈഡൂര്യവജ്രാമലനീലവിദ്രുമൈഃ മുക്താഹരിദ്ഭിഃ വളഭീഷു വേദിഷു ജുഷ്ടേഷു ജാലാമുകരന്ധ്രകുട്ടിമേഷു ആവിഷ്ടപാരാവതബർഹിനാദിതാം സംസിക്തരത്യാപണമാർഗചത്വരാം പ്രകീർണമാല്യാങ്കുരലാജതണ്ഡുലാം ആപൂർണകുംഭൈർദധി ചന്ദനോക്ഷിതൈഃ പ്രസൂനദീപാവലിഭിഃ സപല്ലവൈഃ സവൃന്ദരംബാക്രമുകൈഃ സകേതുഭിഃ സ്വലങ്കൃതദ്വാരഗൃഹാം സപട്ടികൈഃ താം സംപ്രവിഷ്ടൗ വസുദേവനന്ദനൗ വൃതൗ വയസ്യൈർനരദേവ പത്മനാ ദ്രഷ്ടും സമീയുസ്ത്വരിതാ പുരസ്ത്രിയോ ഹർമ്യാണി ചൈവാരുരുഹുരു നൃപോത്സുകാഃ. കാശ്ചിത് വിപര്യദ്രുതവസ്ത്രഭൂഷണ വിസ്മൃത്യ ചൈകം യുഗളേഷ്വധാപരാഃ
കൃതൈകപത്രശ്രവണൈകനൂപുര നാന്ത്വാ ദ്വിതീയം ത്വപരാശ്ചലോചനം അസ്നന്ദ്യ ഏകാസ്തദപാസ്യ സോത്സവ അഭ്യജ്യമാനാ അകൃതോപമജ്ജനാഃ സ്വപന്ധ്യ ഉത്തായ നിശമ്യ നിസ്വനം പ്രപായയന്ത്യോർബമപോഹ്യമാതരഃ മനാംസിതാസാമരവിന്ദലോചനഃ പ്രഗൽഭലീലാഹസിതാവലോകനൈഃ ജഹാരമത്തദ്വിരതേന്ദ്രവിക്രമോ ദൃശാം ദദൽ ശ്രീരമണാത്മനോത്സവം ദൃഷ്ട്വാ മുഹുശ്രുതമനുദ്രുതചേതസസ്തം തൽപ്രേക്ഷണോൽസ്മിതസുതോക്ഷണലബ്ധമാനാഃ ആനന്ദമൂർത്തിമുപഗുഹ്യ ദൃശാത്മലബ്ധം ഹൃഷ്യത്വജോ ജഹുരനന്ദമരിന്ദമാധിം പ്രാസാദശിഖരാരൂഢാഃ പ്രീത്യുദ്ഭുല്ലമുഖാംബുജാഃ അഭ്യവർഷൻ സൗമനസ്യൈഃ പ്രമദാബലകേശവൗ ദദ്യക്ഷതൈഃ സോതപാത്രൈഃ സൃഗന്ധൈരഭ്യുപായനൈഃ തൗ ആനർച്ചുഃ പ്രമുദിതാഃ തത്ര തത്ര ദ്വിജാദയഃ ഊജുഃ പൗരാ അഹോ ഗോപ്യഃ തപ കിം അചരന്മഹത് യാഹി ഏതൗ അനുപശ്യന്തി നരലോകമഹോത്സവൗ രജകം കഞ്ചിദായാന്തം രംഗകാരം ഗദാഗ്രജഃ ദൃഷ്ട്വാ അയാചത വാസാംസി ദൗദാനി അത്യുത്തമാനി ച ദേഹ്യാവയോ സമുചിതാനി അംഗവാസാംസി ചാർഹതോഃ ഭവിഷ്യതി പരം ശ്രേയോ ദാതുസ്തേ നാത്ര സംശയഃ സയാജിതോ ഭഗവതാ പരിപൂർണേന സർവതഃ സാക്ഷേപം ഋഷിതഃ പ്രാഹ ഭൃത്യോ രാജ്ഞഃ സുദുർമദഃ ഈദൃശാന്യേവ വാസാംസി നിത്യം ഗിരിവനേചരാഃ പരിദത്ത കിമുദ്വൃത്ത രാജദ്രവ്യാണ്യഭീപ്സത യാദാശു ബാലിശാ മൈവം പ്രാർത്യം യതി ജിജീവിഷാം ഭദ്രന്തി ഘ്നന്തി ലുംബന്തി ദൃപ്തം രാജകുലാനി വൈ ഏവം വികഥമാനസ്യ കുപിതോ ദേവകീസുതഃ രജകസ്യ കരാഗ്രേണ ശിരഃ കായാദപാദയത് തസ്യാനുജീവിനഃ സർവേ വാസഃ കോശാൻ വിസൃജ്യ വൈ ദുദ്രുവുഃ സർവതോ മാർഗം വാസാംസി ജഗൃഹേച്യുതഃ വസിത്വാത്മപ്രിയേ വസ്ത്രേ കൃഷ്ണഃ സംഘർഷണസ്തദാ ശേഷാണ്യാദത്തഗോപേഭ്യോ വിസൃജ്യ ഭുവി കാനിചിത് തതസ്തു വായകഃ പ്രീതഃ തയോർവേഷം അകൽപയത് വിചിത്രവർണൈശ്ചൈലേയൈർ ആകൽപൈരനുരൂപതഃ നാനാലക്ഷണവേഷാഭ്യാം കൃഷ്ണരാമൗ വിരേജതുഃ സ്വലംകൃതൗ ബാലഗജൗ പർവണി വസ്ഥിതേധരൗ തസ്യ പ്രസന്നോ ഭഗവാൻ പ്രാദാത് സാരൂപ്യമാത്മനഃ ശ്രിയം ച പരമാം ലോകേ ബലൈശ്വര്യസ്മൃതീന്ദ്രിയം തതസുദാംനോ ഭവനം മാലാകാരസ്യ ജഗ്മദുഃ തൗ ദൃഷ്ട്വാ സ സമുത്ഥായ നനാമ ശിരസാ ഭുവി തയോരാസനമാനീയ പാദ്യം ചാർഘ്യാർഹണാദിഭിഃ പൂജാം സാനുദയോശ്ചക്രേ സ്രക്താംബൂലാനുലേപനൈഃ പ്രാഹനഃ സാർത്ഥകം ജന്മ പാവിതം ച കുലം പ്രഭോ പിതൃദേവർഷയോ മഹ്യം തുഷ്ടാഹി ആഗമനേന വാം ഭവന്തൗ കില വിശ്വസ്യ ജഗതഃ കാരണം പരം അവതീർണൗ ഇഹാംശേന ക്ഷേമായ ച ഭവായ ച നഹി വാം വിഷമാ ദൃഷ്ടിഃ സുഹൃദോർജഗതാത്മനോഃ സമയോഃ സർവഭൂതേഷു ഭജന്തം ഭജതോരപി തൗ ആജ്ഞാപയതം ഭൃത്യം കിമഹം കരവാണി വാം പുംസോ അത്യനുഗ്രഹോ ഹ്യേഷഃ ഭവദ്ഭിഃ അന്നിയുജ്യതേ ഇത്യഭിപ്രേത്യ രാജേന്ദ്രസുധാമാ പ്രീതമാനസഃ ശസ്തൈഃ സുഗന്ധൈഃ കുസുമൈർമാലാ വിരചിതാ ദദൗ താഭിഃ സ്വലംകൃതൗ പ്രീതൗ കൃഷ്ണരാമൗ സഹാനുഗൗ പ്രണതായ പ്രപന്നായ ദദതുർവരദൗ വരാൻ സോപി വവ്രയചലാം ഭക്തിം തസ്മിന്നേവാഖിലാത്മനി തൽഭക്തേഷു ച സൗഹാർദ്ദം പൂതേഷു ച ദയാം പരാം ഇതി തസ്മൈ വരം ദത്വാ ശ്രിയം ച അന്വയവർദ്ധിനീം ബലം ആയുർയശഃ കാന്തിം നിർജഗാമ സഹാഗ്രജഃ
ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പുരപ്രവേശോ നാമ ഏകചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. നമ്മൾ ദശമസ്കന്ധം 41-ാം അധ്യായം ഭഗവാന്റെ മധുരാപ്രവേശം എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 28-ാം ശ്ലോകം വരെ കണ്ടു. അപ്പോൾ അക്രൂരനെ ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ച ശേഷം പിറ്റേ ദിവസമാണ് ഭഗവാൻ കൂട്ടുകാരുമായി ബലരാമസ്വാമിയോടുകൂടെ മധുരാപുരി കാണാനിറങ്ങുന്നത്. ആ മധുരാപുരിയിലെ ഐശ്വര്യത്തെ വളരെ വിശദമായിട്ട് വർണ്ണിച്ചു. അവിടെ ഉത്സവത്തിന് ഒരുങ്ങിയിരിക്കുന്ന രീതിയിൽ വഴികളെല്ലാം അടിച്ചു തളിച്ച് തോരണങ്ങളും ദീപാവലികളും പൂർണ്ണകുംഭങ്ങളുമായി എല്ലാ ഗൃഹങ്ങളിലും ഒരുക്കങ്ങളെല്ലാം വർണ്ണിച്ചു. അതിനുശേഷം അവിടെയുള്ള സ്ത്രീകൾ, മധുരാപുരിയിലെ സ്ത്രീകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിട്ടേച്ച് ദേഹബോധം പോലും ഇല്ലാതെ ഭഗവാനെ കാണാനുള്ള ത്വരയോടുകൂടെ പാഞ്ഞു വന്ന് മട്ടുപ്പാവിലും അല്ലെങ്കിൽ മാർഗത്തിൻ്റെ ഇരുവശങ്ങളിലുമെല്ലാം വന്നു നിന്ന് ഭഗവാനെ കാണുന്ന രംഗങ്ങൾ വർണ്ണിച്ചു. അങ്ങനെയുള്ള വളരെ കാലമായിട്ട് ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സ് ആർദ്രമായിരിക്കണം ഭഗവാനെ കാണാനുള്ള കൊതിയോടുകൂടെ ആ ഭഗവാനെ കണ്ടപ്പോൾ തത് പ്രേക്ഷണോസ്മിത സുധോക്ഷണ ലബ്ധമാനാഹ. ഭഗവാന്റെ പ്രേക്ഷണവും മന്ദസ്മിതമാകുന്ന സുധാ സേചനം, അമൃത സേചനം കൊണ്ട് മാനം ലഭിച്ചവർ, സ്വയം ഭഗവാനാൽ ബഹുമാനിക്കപ്പെട്ടവർ, ഭഗവാനിൽ നിന്ന് റെക്കഗ്നിഷൻ കിട്ടിയവരായിട്ടുള്ള ആ ഗോപികമാര് ആനന്ദമൂർത്തിം ആത്മലബ്ധം ഉപഗുഹ്യ ഹൃഷ്യത്വജോ ജഹുരു അനന്തം അരിന്തമ ആദിം. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതായിട്ടുള്ള ആനന്ദമൂർത്തിയായ ഭഗവാനെ അവരെ ഉള്ളിലാക്കി ആലിംഗനം ചെയ്തു. ഉപഗുഹ്യ. അങ്ങനെ ഉപഗൂഹനം ചെയ്തപ്പോഴോ രോമാഞ്ചമുണ്ടായി. അങ്ങനെ ഹൃഷ്യത്വക്കുകളോടുകൂടിയവരായിട്ട് എത്രയോ കാലമായി ഭഗവാനെ കാണാനായി കാത്തിരുന്ന അവരുടെ ഉള്ളിലുള്ള സകല ആദികളും അതുപോലെ തന്നെ സകല സംസാര ദുഃഖങ്ങളും അവര് ഉപേക്ഷിച്ചു. അങ്ങനെ അവര് ആ ഭഗവാനെ കണ്ട നിർവൃതിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി തുടർന്നും ഭഗവാന്റെ മധുരാപുരിയിലൂടെയുള്ള സഞ്ചാരം, മധുരാപുരി ദർശനം തുടരുകയാണ്. ഭഗവാനെ അവിടെയുള്ള പുരസ്ത്രീകളും ബ്രാഹ്മണരും ഒക്കെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് എന്നൊക്കെ വർണ്ണിച്ച് പിന്നീട് ഭഗവാന്റെ രജതനെ വധിക്കുന്ന ലീലയും വായകനെ അനുഗ്രഹിക്കുന്നതും മാലാകാരനെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള ലീലകളാണ് നമുക്ക് എത്ര കാണാൻ പറ്റും നോക്കാം. പ്രാസാദ ശിഖരാരൂഢാഃ പ്രീത്യുദ്ഭുല്ലമുഖംബുജാഃ അഭ്യവർഷൻ സൗമനസ്യൈഃ പ്രമദാബലകേശവൗ. പ്രാസാദ ശിഖരാരൂഢാഃ
പ്രീത്യുദ്ഭുല്ലമുഖാംബുജാഃ അഭ്യവർഷൻ സൗമനസ്യൈഃ പ്രമദാബലകേശവൗ. അപ്പൊ പ്രമദാഹ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, വനിതകൾ എന്നൊക്കെ അർത്ഥം. അവിടെയുള്ള മധുരാപുരിയിലെ ആ പുരസ്ത്രീകൾ എന്ത് ചെയ്തു? പ്രാസാദ ശിഖരാരൂഢാഹ. പ്രാസാദങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മാളികകൾ, മതിൽക്കെട്ടുകളല്ല, പ്രാസാദം മാളികകൾ തന്നെയാണ്. അവയുടെ ശിഖരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്നതി, മട്ടുപ്പാവിലും മറ്റുമൊക്കെ ആരൂഢരായിട്ട് മുകളിൽ കയറിയിട്ട്, പ്രാസാദങ്ങളുടെ മുകളിൽ കയറി, പ്രീതി ഉത്ഫുല്ല മുഖാംബുജാഹ. ഭഗവാനെ കണ്ടതോടുകൂടി എങ്ങനെയാണോ സൂര്യോദയത്തിൽ താമര വിരിയുന്നത്, അതുപോലെ ഭഗവാനെ കണ്ട പ്രീതി, പ്രേമം, ഭഗവാനോടുള്ള പ്രേമമാകുന്ന ആ കിരണങ്ങളേറ്റ് ഉദ്ഭുല്ല മുഖാംബുജാഹ, വികസിച്ച മുഖകമലങ്ങളോടുകൂടിയവരായ പ്രമദകൾ എന്ത് ചെയ്തു? ബലകേശവൗ സൗമനസ്യൈഹി അഭ്യവർഷന്. ബലകേശവൗ, ബലം ച കേശവം ച, ബലനെയും കേശവനെയും രണ്ടുപേരെയും സൗമനസ്യൈഹി അഭ്യവർഷന്. സൗമനസ്യൈഹി എന്ന് പറഞ്ഞാൽ സൗമനസ്യം എന്ന് പറഞ്ഞാൽ സുമനസ്സുകൊണ്ട് എന്നർത്ഥത്തിലാണ്. പുഷ്പങ്ങളുടെ സമൂഹം കൊണ്ട്. സുമനസ്സുകൾ എന്നത് പുഷ്പങ്ങൾക്കും ദേവന്മാർക്കും സജ്ജനങ്ങൾക്കൊക്കെ പര്യായമാണ്. ഇവിടെ പുഷ്പങ്ങളെന്നർത്ഥം. അപ്പോൾ പുഷ്പങ്ങളാൽ അഭിവർഷം ചെയ്തു. മട്ടുപ്പാവിന്റെ മുകളിൽ നിൽക്കുന്ന സ്ത്രീകൾ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത്, ഭഗവാനെ അവർ സ്വീകരിച്ചത്, ബഹുമാനിച്ചത് പുഷ്പവർഷം ചെയ്ത് ആദരിച്ചുകൊണ്ടാണ് എന്ന് പറയുക. അങ്ങനെ സ്ത്രീകൾ ബലകേശവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു. അതുപോലെ തന്നെ ബ്രാഹ്മണർ ദ്വിജാതയ ആനർച്ചുഹു എന്ന് പറയുന്നുണ്ട്. ദ്വിജാതികൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർ, അതിൽ പ്രമുഖമായിട്ട് ബ്രാഹ്മണർ എന്നെടുക്കാം. ആ ബ്രാഹ്മണർ ഭഗവാനെയും ബലരാമസ്വാമിയും അർച്ചിച്ചത് എങ്ങനെ എന്ന് പറയാണ്. ദദ്യക്ഷതൈ സോതപാത്രൈഃ സ്രഗ്ഗന്ധൈഃ അഭ്യുപായനൈഃ തൗ ആനർച്ചുഃ പ്രമുദിതാഃ തത്ര തത്ര ദ്വിജാദയഃ. ദദ്യക്ഷതൈഃ സോതപാത്രൈഃ സ്രഗ്ഗന്ധൈരഭ്യുപായനൈഃ തൗ ആനർച്ചുഃ പ്രമുദിതാഃ തത്ര തത്ര ദ്വിജാദയഃ. തത്ര തത്ര, അവിടെ അവിടെ, ഭഗവാൻ പോകുന്ന വഴിയിലൊക്കെ ഭഗവാനെ തടഞ്ഞു നിർത്തും പോലെ നിർത്തി. ദ്വിജാദയ, ദ്വിജാതികൾ, ബ്രാഹ്മണാദികൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർ മൂന്ന് കൂട്ടരും ദ്വിജാതികളാണ്. ഇവിടെ ബ്രാഹ്മണാദികൾ എന്ന് നമുക്ക് എടുക്കുന്നതിൽ വിരോധമില്ല. അപ്പൊ ബ്രാഹ്മണര് പ്രമുദിതാഹ, വളരെ സന്തോഷത്തോടു കൂടിയവരായിട്ട്, സോദപാത്രൈഃ ദദ്യക്ഷതൈഃ സ്രഗ്ഗന്ധൈഃ അഭ്യുപായനൈഃ തൗ ആനർച്ചുഃ. തൗ രാമകൃഷ്ണൗ ആനർച്ചുഃ, നല്ലതുപോലെ വന്നർച്ചിച്ചു, അവരുടെ മുമ്പിൽ വന്ന് അർച്ചിച്ചു എന്നർത്ഥം. അപ്പൊ എങ്ങനെയൊക്കെ? സോദപാത്രൈഃ, ഉദപാത്രങ്ങളോടുകൂടി. ഉദപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജലപാത്രങ്ങൾ. ഉദകം, ഉദം എന്നൊക്കെ പറയുന്നത് ജലത്തെയാണ്. അപ്പോൾ അർഘ്യം, പാദ്യം, ആചമനീയം മുതലായിട്ടുള്ള ആ ഉപചാരങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാനെ കയ്യും കാലും ഒക്കെ കഴുകിച്ചുകൊണ്ട്, അതാണ് സോദപാത്രൈഃ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ എഴുന്നള്ളത്തും മറ്റുമൊക്കെ ഗ്രാമങ്ങളിലൂടെ, തെരുവുകളിലൂടെ പോകുമ്പോൾ ആ ഭഗവാനെ വഹിച്ചിരിക്കുന്ന ആളുകളുടെ കാല് കഴുകി കൊടുക്കും. ആനപ്പുറത്തിരിക്കുമ്പോൾ ആനയുടെ കാലും കഴുകി കൊടുക്കേണ്ടതാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ആനകൾ ചൂടാകുന്നത്. എല്ലായിടത്തും ആന മതിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. ഈ നട്ടപ്പുറ വെയിലത്ത് ഈ ചൂട്ടിൽ അവറ്റകളെങ്ങനെ ഒരു യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നടത്തിച്ചുകൊണ്ടും പലതരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അപ്പോഴാണ് അവർ കോപിക്കുന്നത്. നേരെ മറിച്ച് ഭഗവാനെ വഹിക്കുന്ന വാഹനങ്ങളാണ് അവർ എന്നുള്ള ഭാവത്തിൽ അവരുടെ കാലൊക്കെ കഴുകി അവർക്ക് എന്തെങ്കിലുമൊക്കെ
തിന്നാനൊക്കെ കൊടുത്താൽ അത് ഭഗവാന് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹം തിന്നാൻ പോകുന്നില്ല, വിഗ്രഹം അവർ ശിരസിൽ വഹിച്ചിരിക്കുകയാണ്. അപ്പം അതിന് പകരമായിട്ട് വഹിക്കുന്നവർക്ക് വേണ്ടതൊക്കെ മതിയാവോളം കൊടുത്തുകൊണ്ടേയിരുന്നാൽ അല്ലേ, കരിമ്പ്, പഴം, നാളികേരം, ഇടയ്ക്ക് കുടിക്കാൻ വെള്ളം, കാല് കഴുകാൻ വെള്ളം, ഇതൊക്കെ വഴിനീള ചെയ്യുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അതിനൊന്നും ആർക്കും ശ്രദ്ധയില്ല. കൊടുക്കുകയാണെങ്കിൽ വല്ലാത്ത വേണ്ടാത്തത് വല്ലതൊക്കെ കൊടുത്തു എന്നും വരും അല്ലേ. അപ്പൊ ഇവിടെ ഭഗവാന്റെ എഴുന്നള്ളത്ത് കാലുകഴുകിയും മറ്റുമൊക്കെ അവരെ ഉദപാത്രങ്ങളെ കൊണ്ടും ജലപാത്രങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ദദ്യക്ഷതൈഹി, ദതി തൈര്, അക്ഷതം മുറിയാത്ത ധാന്യം, അങ്ങനെയുള്ള ധാന്യങ്ങളെ കൊണ്ടും സ്രഗന്ധൈഹി മാലകൾ കൊണ്ടും ചന്ദനാദി ഗന്ധങ്ങൾ കൊണ്ടും അഭ്യുപായനൈഹി മറ്റു പല കാഴ്ചദ്രവ്യങ്ങൾ പഴങ്ങളും മറ്റുമൊക്കെ മുമ്പിൽ കൊണ്ട് കാഴ്ചദ്രവ്യങ്ങളായി സമർപ്പിച്ചുകൊണ്ടും തൗ ആനർച്ചു, ആ രണ്ടുപേരെയും ദ്വിജാതികൾ ബ്രാഹ്മണർ ആരാധിച്ചു, അർച്ചിച്ചു എന്നർത്ഥം. അപ്പോൾ ഈ രാമകൃഷ്ണന്മാർ സാധാരണക്കാരല്ല എന്ന് ആ മധുരാപുരപുരിവാസികൾ എല്ലാവരും തന്നെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അല്ലാതെ ഏതോ കാലിമേക്കുന്ന പിള്ളേർക്ക് ഇവിടെ എന്താ കാര്യം അല്ലേ, ഈ നാട്ടും പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഈ പിള്ളേരെ നമ്മൾ എന്തിനു ബഹുമാനിക്കണം എന്നല്ല ആ പുരവാസികളൊന്നും കരുതിയത്. കാരണം അവരെത്രയോ കാലങ്ങളായി കംസനിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ രക്ഷകൻ വരും. ആരാണ് അവരുടെ രക്ഷകൻ? അത് വസുദേവന്റെ പുത്രന്മാർ. അവരിപ്പോ എവിടെയുണ്ട്? അവരിപ്പോ നന്ദഗോകുലത്തിലുണ്ട്. അവരിപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർ കംസൻ അയക്കുന്ന ഭൃത്യന്മാരായ അസുരന്മാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം താമസിയാതെ ഇവിടെ വന്ന് കംസനെയും വധിക്കും. ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ ആ മധുരാപുരവാസികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും എല്ലാ കാലത്തും പൊട്ടന്മാരാണെന്ന് ചില ഭരണാധികാരികൾ ധരിച്ചു വശാവും. നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊക്കെ പൊട്ടന്മാരാണ്, അവരൊന്നും ചിന്തിക്കില്ല, ഒക്കെ കഴുതകളാണ് എന്ന് എല്ലാ കാലത്തും നമുക്ക് വോട്ട് തന്ന് ജയിപ്പിക്കും. നമ്മൾക്ക് എന്ത് തോന്നിയ വാസവും ധൂർത്തും അവരുടെ ചെലവിൽ അങ്ങ് നടത്താം, നാടിനെ കട്ടുമുടിക്കാം, എന്നിട്ട് മേൽക്കുമേൽ ജനങ്ങളുടെ നിന്ന് ടാക്സ് പിഴിഞ്ഞെടുക്കാം, അവരെ കൊല്ലാക്കൊല ചെയ്യാം, അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിക്കാം. നമ്മൾ മാത്രം പരമ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ മതി. ഇതൊക്കെയാണ് ഈ ഇന്നത്തെ പല രാഷ്ട്രീയക്കാരുടെയും ധാർഷ്ട്യം, പ്രത്യേകിച്ച് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഭരിക്കുന്ന കക്ഷികൾക്ക്. അവർ വിചാരിക്കുന്ന എല്ലാ കാലത്തും ജനങ്ങൾ പൊട്ടന്മാരായിരിക്കും എന്നും അവർക്ക് വോട്ട് കിട്ടുന്നതാണ്. അത് തിരിച്ചടിക്കും. അല്ലേ? തമിഴ്നാട്ടിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളെയൊക്കെ എല്ലാ രീതിയിലും ഹിംസിച്ചുകൊണ്ടും ഹൈന്ദവ ആചാരങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടും അതുപോലെയുള്ള സജ്ജനങ്ങളെയും ബ്രാഹ്മണരെയൊക്കെ ഉപദ്രവിച്ചും നിന്ദിച്ചും കൊണ്ടും അതുപോലെ സംസ്കൃതം, ഹിന്ദി മുതലായ ഭാഷകൾ ഞങ്ങൾ ഈ നാട്ടിൽ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടും എന്നിട്ടോ അവരുടെ മക്കളൊക്കെ ഹിന്ദിയും ഫ്രഞ്ചും ജർമ്മൻ ഭാഷകളും ഇംഗ്ലീഷും എല്ലാം നല്ലോണം പഠിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഉടമസ്ഥതയിൽ എന്താ പറയുക, നല്ല CBSE വിദ്യാലയങ്ങൾ ഹിന്ദിയും സംസ്കൃതവും ഒക്കെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് വിദ്യാലയങ്ങളെ കൂടുതൽ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സർക്കാർ വിദ്യാലയങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല സാധാരണക്കാരന്റെ മകൻ ഒന്നും പഠിക്കേണ്ട, അവൻ ഇന്നും സിന്ദാബാദ് വിളിച്ചാൽ മതി
ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഹിന്ദിയും സംസ്കൃതമൊന്നും പഠിക്കരുത് എന്ന് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ജനങ്ങൾ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കംസനിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരാണ് മധുരാപുരവാസികൾ എല്ലാവരും. അവരവരുടെ രക്ഷകനെ ചിരകാലമായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞൊരു 11 വർഷമായി അവർ ഈ കൃഷ്ണനെയും കാത്തിരിക്കുന്നു. ആ കൃഷ്ണനാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ കൃഷ്ണനോടുള്ള ആദരവ്, ഭക്തി, അതാണ് ഇവിടെ ഇവരെല്ലാവരും പ്രകടിപ്പിക്കുന്നത് എന്ന് പറയാം. ബ്രാഹ്മണരെല്ലാം വന്ന് പൂജിക്കുന്നത്. ദദ്യക്ഷതൈ സ്വതപാത്രൈഃ സ്രഗ്ഗന്ധൈരഭ്യുപായനൈഃ തൗ ആനർച്ചുഃ പ്രമുദിതാഃ തത്ര തത്വദ്വിജാതയഃ ഊജു പൗരാ അഹോ ഗോപ്യഃ തപഃ കിം അചരൻ മഹത് യാഹി ഏതൗ അനുപശ്യന്തി നരലോകമഹോത്സവൗ. ഊജുഃ പൗരാ അഹോ ഗോപ്യഃ തപഃ കിം അചരൻ മഹത് യാഹി ഏതൗ അനുപശ്യന്തി നരലോകമഹോത്സവൗ. ഈ രാമകൃഷ്ണന്മാരെ കണ്ടിട്ട് പൗരാഹ ഊചുഹു, ആ മധുരാപുരവാസികൾ ഊചു ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹോ ഗോപ്യഃ തപഃ കിം അചരത് മഹത്. അഹോ, ആശ്ചര്യം ആശ്ചര്യം, ആ ഗോപ്യഃ ഗോപികമാര് കിം മഹത് തപഃ അചരത്, എന്തൊരു മഹത്തായ തപസ്സാണ് ചരിച്ചത്. ഏത് തപസ്സാണ് അവരനുഷ്ഠിച്ചത്? ഈ കഴിഞ്ഞ 11 വർഷങ്ങളായി ഈ രാമകൃഷ്ണന്മാരെ ദർശിക്കാനും അവരുടെ ലീലകൾ കാണാനും അവരോടൊത്ത് കളിക്കാനും അവരുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം പാത്രീഭവിക്കാനും ഭാഗ്യവാന്മാരായല്ലോ, ഭാഗ്യവതികളായല്ലോ ആ ഗോപികമാർ. എന്ത് തപസ്സാണ് ചെയ്തത്, എന്ത് തപസ്സാണ് ചെയ്തത് എന്ന് മധുരാപുരവാസികൾ ഗോപികമാർക്ക് ഇത്രയും കാലം കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. എന്താ കാരണം? യാഹി ഏതൗ അനുപശ്യന്തി, യാഹി ഏത് ഗോപികമാരാണോ, ഏതൗ ഏതൗ ദ്വൗ ഈ രാമകൃഷ്ണൗ രണ്ടുപേരെ അനുപശ്യന്തി ഇത്രയും കാലം നിരന്തരം കണ്ടുകൊണ്ടിരുന്നു. അവരെങ്ങനെയുള്ളവരെ? നരലോക മഹോത്സവൗ, മനുഷ്യലോകത്തിന് മഹോത്സവം മൂർത്തീഭവിച്ചു വന്നതുപോലെ എല്ലാവർക്കും നരലോകങ്ങൾക്ക് ആനന്ദം കൊടുക്കാനായി വന്നിരിക്കുന്ന 2 മൂർത്തികൾ, ആനന്ദ സ്വരൂപികൾ, കാണുന്നവർക്കൊക്കെ ആനന്ദം നൽകുന്നവരായ ഈ നരലോക മഹോത്സവന്മാരായ ഈ രണ്ടുപേരെ ആ ഗോപികമാർ ഇത്രയും കാലം നിരന്തരം കണ്ടുകൊണ്ടിരുന്നുവല്ലോ. അവരെന്ത് തപസ്സാണ് ചെയ്തത്? അവരുടെ ഭാഗ്യം ഭാഗ്യം. അങ്ങനെ ഇതുവരയ്ക്ക് 31-ാം ശ്ലോകം വരയ്ക്ക് ഭഗവാന്റെ ആ ഒരു പ്രവേശത്തെ ബഹുമാനിച്ച ആ പുരവാസികളെ കുറിച്ച് വർണ്ണിച്ചു. ഇനി മറ്റേ കഥകളിലേക്ക് വരുന്നു. കംസന്റെ രചകൻ അഥവാ അലക്കുകാരൻ വസ്ത്രങ്ങളുമായി അദ്ദേഹത്തിന്റെ അനുചരന്മാരുമായി ഭാണ്ഡങ്ങളുമായി രാജധാനിയിലേക്ക് കംസന്റെ അടുത്തേക്ക് പോകുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ മുമ്പിൽ പെട്ടു. അപ്പൊ ഇതൊക്കെ രാവിലെ നേരത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക, അല്ലേ? മാലാകാരൻ, അലക്കുകാരൻ, തുന്നൽക്കാരൻ ഇവരെയൊക്കെ കണ്ടു. അതുപോലെ ഇനി അടുത്ത അധ്യായത്തില് ആ സൈരന്ധ്രിയെ കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി കംസനെ സമർപ്പിക്കാൻ പോകുന്ന കുബ്ജയെ കാണുന്നത് എല്ലാം രാവിലെ നേരത്തെ ആവുള്ളൂ, അല്ലാതെ രാത്രി നേരത്ത് ആവില്ല. അപ്പോൾ അപരേ അഹ്നി എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ തുടരുകയാണ്. രജകം കഞ്ചിദായാന്തം രംഗകാരം ഗതാഗ്രജഃ ദൃഷ്ട്വാ അയാചത വാസാംസി ദൗതാനി അത്യുത്തമാനി ച. രജകം കഞ്ചിദായാന്തം രംഗകാരം ഗതാഗ്രജഃ
ദൃഷ്ട്വാ യാചത വാസാംസി ദൗതാനി അത്യുത്തമാനി ച. രംഗകാരം കഞ്ചിത് രചകമായാന്തം ദൃഷ്ട്വാ. അപ്പോ രചകം എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ, കഞ്ചിത് രചകം ഒരു അലക്കുകാരനെ. അയാളുടെ മറ്റൊരു പണിയാണ് രംഗകാരൻ. രംഗകാരൻ എന്ന് പറഞ്ഞാല് വസ്ത്രങ്ങളെ രഞ്ജിപ്പിക്കുന്നവൻ. രഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാല് കളറുകൾ ചേർക്കുക, അല്ലെ, ഡൈയിങ് ആൻഡ് ഡോണിങ്, അതുപോലെ മറ്റ് അലങ്കാര പണികൾ ചെയ്യുക, ഇതൊക്കെയാണ് രംഗകാരന്റെ പണി. അപ്പോൾ വസ്ത്രങ്ങളെ നല്ല വർണ്ണപ്പകിട്ടുകൾ ഉള്ളതാക്കി തീർക്കുക, മറ്റു പല പണികളും മിന്നുന്ന പട്ടുകളും മറ്റുമൊക്കെ തുന്നി പിടിപ്പിക്കുക, ജറികൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പലതുമൊക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ്, ഫാഷൻ ഡിസൈനർ അല്ലെ അന്നത്തെ. കംസന്റെ ഡിസൈനറാണ്, കൊട്ടാരത്തിലെ പ്രധാനിയായിട്ടുള്ള ഡിസൈനർ. അപ്പോൾ അയാൾക്ക് ഇതുണ്ട്, ഡ്രൈ ക്ലീനിങ് അല്ലെങ്കിൽ വാഷിംഗ്, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. കൂട്ടത്തിൽ നിറം ഡൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളുള്ള ആളാണ് രംഗകാരം കഞ്ചിത് രചകമായാന്തം ദൃഷ്ട്വാ കണ്ടിട്ട്. ഗദാഗ്രജ, ഗദാഗ്രജൻ എന്നുള്ളത് കൃഷ്ണന്റെ പേരാണ്. കൃഷ്ണന് ഗദൻ എന്ന പേരിൽ ഒരു അനുജൻ ഉണ്ടാവുന്നുണ്ട് ദേവകിക്ക്. അപ്പോ ആ ഗദാഗ്രജൻ, ഗദന്റെ ജ്യേഷ്ഠനായ കൃഷ്ണൻ എന്ത് ചെയ്തു? അത്യുത്തമാനി ദൗതാനി വാസാംസി അയാചത. അയാചത യാചിച്ചു, രചകന്റെ മുമ്പിൽ ചെന്ന് യാചിച്ചു. എങ്ങനെയുള്ളത്? അത്യുത്തമാനി നല്ല ശ്രേഷ്ഠങ്ങളായ, ദൗതാനി അലക്കിയവയായ ശുദ്ധീകരിച്ചവയായ, വാസാംസി വസ്ത്രങ്ങളെ, അപ്പൊ ഞങ്ങൾക്കും കുറച്ച് നല്ല വസ്ത്രങ്ങളെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചു ഭഗവാൻ ഈ രചകന്റെ മുമ്പിൽ. അങ്ങനെയാണ് യാചിച്ചതെന്ന് അടുത്ത ശ്ലോകം പറയണം. ദേഹ്യാവയോ സമുചിതാനി അംഗ വാസാംസി ചാർഹതോ ഭവിഷ്യതി പരം ശ്രേയോ ധാതുസ്തേനാത്ര സംശയഃ. ദേഹ്യാവയോ സമുചിതാനി അംഗ വാസാംസി ചാർഹതോ ഭവിഷ്യതി പരം ശ്രേയോ ധാതുസ്തേനാത്ര സംശയഃ. ഭഗവാൻ യാതൊരു ലജ്ജയും കൂടാതെ രചകനോട് യാചിക്കുകയാണ്. രചകനെ നല്ല പേര് പറഞ്ഞാ വിളിക്കണം. അംഗ, ഹേ അംഗ, അല്ലയോ പൂജ്യനായിട്ടുള്ളവനെ, മര്യാദയ്ക്കാ വിളിച്ചത് എന്നർത്ഥം. അർഹതോഹോ ആവയോഹോ, അർഹതോഹോ യോഗ്യന്മാരായ, അർഹിക്കുന്നവരായ. വാസ്തവത്തിൽ മറ്റുള്ളവർക്കൊക്കെ പൂജാർഹരാണ് ഭഗവാൻ, അല്ലേ? ഭഗവാൻ സ്വയം പൂജാർഹന്മാര് എന്നുള്ള അർത്ഥത്തിലല്ല, അർഹിക്കുന്നവരായ ഞങ്ങൾക്കൂടെ അർഹത പല രീതിയിലാവാം. എന്തുകൊണ്ട്? ഞങ്ങൾ ഗോകുലത്തിൽ നിന്ന് വരുന്നവരാണ്. നല്ല വസ്ത്രങ്ങളൊന്നുമില്ല, നാട്ടുമ്പുറത്തുനിന്ന് ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്നവരല്ലേ. അപ്പൊ നല്ല വസ്ത്രങ്ങൾ ഇതുപോലെയുള്ള പട്ടണത്തിൽ ഉള്ള ആളുകൾ അണിയുന്ന പോലെയുള്ള ഗംഭീര വസ്ത്രങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നല്ല വസ്ത്രങ്ങൾ അർഹിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വസ്ത്രങ്ങളെ നൽകിയാലും, ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ രീതിയിൽ വേണ്ടേ സഞ്ചരിക്കാൻ? എല്ലാവരും നല്ല നല്ല വസ്ത്രങ്ങൾ ഇട്ട് നടക്കുമ്പോൾ ഞങ്ങൾ മാത്രം, ഈ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ, അവിടുത്തെ രീതിയിലുള്ള വസ്ത്രങ്ങളാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകൂ എന്നുള്ള അർത്ഥത്തില് അർഹതോഹോ അവയോഹോ, അവയോഹോ ഞങ്ങൾ രണ്ടുപേർക്കും അർത്ഥം. അഹം, ആവാം, വയം. അഹം ഏകവചനം, ആവാം ദ്വിവചനം, വയം ബഹുവചനം. അപ്പൊ അതിൽ ആവാം എന്നുള്ളതിന്റെ ഷഷ്ടി ദ്വിവചനമാണ്. ആവയോഹോ ഞങ്ങൾ രണ്ടുപേർക്ക്. അതിനെ വിശേഷിപ്പിച്ചതാണ് അർഹതോഹോ. അതും അർഹൻ എന്നുള്ള ശബ്ദത്തിന്റെ ഷഷ്ടി ദ്വിവചനമാണ്. അപ്പൊ അർഹിക്കുന്നവരായ ഞങ്ങൾ രണ്ടുപേർക്കും സമുചിതാനി വാസാംസി ദേഹി, ഉചിതങ്ങളായ വസ്ത്രങ്ങളെ നൽകിയാലും ഹേ പൂജ്യനായ രചക. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയതായിട്ടുള്ള വസ്ത്രങ്ങളെ നൽകിയാലും, അങ്ങനെ ഞങ്ങൾക്ക് വസ്ത്രം നൽകിയാലോ, ധാതുഹൂതേ പരം ശ്രേയഃ ഭവിഷ്യതി അത്ര ന സംശയഃ. ധാതുഹൂതേ, ദാതാവായ നിനക്ക്, നൽകുന്നവനായ നിനക്ക്,
പരം ശ്രേയ ഭവിഷ്യതി, പരമമായ ശ്രേയസ്സുണ്ടാവും. ആ വിഷയത്തില് അത്ര ന സംശയ, ഒരു സംശയവും വേണ്ട. അപ്പൊ ഞങ്ങളെപ്പോലെ അർഹിക്കുന്നവരായിട്ടുള്ള പാത്രങ്ങളായ ആളുകൾക്ക് വസ്ത്രദാനം ചെയ്താൽ അങ്ങേക്ക് പരമശ്രേയസ്സുണ്ടാകും, ഒരു സംശയവും വേണ്ട എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഇത് നമ്മളോടെല്ലാവരോടുമുള്ള ഭഗവാന്റെ ഒരു ഉപദേശം കൂടിയാണ്. വസ്ത്രങ്ങൾ ഇല്ലാതെ നമ്മളോട് വസ്ത്രങ്ങൾ യാചിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയുകയോ ചെയ്യണം. ആളുകളുടെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവണം പാവങ്ങൾ നല്ല വസ്ത്രം ധരിക്കാനില്ല. അപ്പോൾ അവർക്ക് വസ്ത്രം കൊടുക്കണം എന്നുള്ള തോന്നല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം അതൊക്കെ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ വീട്ടില് അതിഥികളായും മറ്റുമൊക്കെ വരുന്നത്. അതിഥി എന്ന് പറഞ്ഞാൽ ആപത്തിൽപ്പെട്ടവൻ, തിഥി നോക്കാതെ വരുന്നവൻ, യാചിക്കാൻ വരുന്നവൻ എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എത്രയോ വസ്ത്രങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് സന്തോഷമാവുന്ന രീതിയിൽ ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ചിട്ടുള്ളത് കൊടുക്കുക, അല്ലേ? നമ്മുടെ കയ്യിൽ കോട്ടും സൂട്ടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തവർക്ക് അത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വേനൽക്കാലത്ത് കമ്പിളി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? സ്വെറ്റർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? തണുപ്പ് രാജ്യങ്ങളിലാണെങ്കിൽ സ്വെറ്റർ കൊടുക്കാം. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും എന്താണോ യോഗ്യമായത്, അർഹതയുള്ളത്, പാകമായിരിക്കുന്ന, അവർക്ക് തൃപ്തി നൽകുന്നത്, പ്രയോജനം നൽകുന്നത്, ഇതെല്ലാം ചിന്തിച്ച് ശ്രദ്ധയാദേയം അശ്രദ്ധയാ അദേയം ശ്രിയാദേയം ഭിയാദേയം ഹ്രിയാദേയം സംവിദാദേയം, അങ്ങനെ ദാനത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ദാനം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭഗവാന് പൂജാദികളിൽ നമ്മൾ വസ്ത്രങ്ങൾ സമർപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭഗവാന് വിഗ്രഹങ്ങളിൽ നമ്മൾ വസ്ത്രങ്ങൾ ചാർത്തും. പൂജയുടെ ഭാഗമായിട്ട് ഉപഹാരമായിട്ട് ഒരു വസ്ത്രം സമർപ്പിക്കും. ചണ്ഡികാഹോമത്തിലൊക്കെ വില കൂടിയ പട്ടുസാരികളാണ് ഹോമിക്കുക. എന്ന് വെച്ചാൽ ഭഗവതിക്ക് വേണ്ടി നല്ലത് കൊടുക്കണം, അതിൽ നമുക്ക് യാതൊരു പിശുക്കുമില്ല, മടിയുമില്ല എന്നുള്ള ഭാവം കാണിക്കാനാണ് ആ പട്ടുസാരി ഹോമിക്കുന്നത്. അപ്പോൾ ഭഗവതിക്ക് മാത്രം ഹോമിച്ചാൽ മതിയോ? അതേപോലെ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക്, അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുകയും വേണം. അതാണ് ഈ ചണ്ഡികാഹോമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കന്യകമാർ 9 പേരെ പൂജിക്കുന്നത്. അതുപോലെ സുമംഗലികളെ, സുവാസിനി പൂജ എന്ന് പറഞ്ഞ സുമംഗലികളെ പൂജിച്ച് അവർക്ക് പട്ടുസാരികൾ കൊടുക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ, ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നു. കണ്ണെഴുതാനും പൊട്ടുതൊടാനുമുള്ള സാമഗ്രികളൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ പതിവുണ്ട് ഈ ചണ്ഡികാഹോമത്തിന്റെ ഭാഗമായിട്ട്. അതെല്ലാ പൂജകൾക്കും ബാധകമാണ്. എല്ലാ പൂജകളിലും അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഭഗവാന് ഒരു ചെറിയ പട്ടു കോണകം സമർപ്പിച്ചിട്ട് ബാക്കിയുള്ളവർക്ക്, ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ലത് കൊടുക്കാം. ഇനി ധാരാളം ഉള്ളവർക്ക് കൊടുക്കണമെന്നുമില്ല. അത് കൊടുത്തില്ലെങ്കിൽ ഒരു ദോഷവും ഇല്ല. ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് ഭഗവാന് കൊടുക്കുന്നത് പോലെ ഭഗവാനിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ധാതുഹു പരം ശ്രേയ ഭവിഷ്യതി, കൊടുക്കുന്നവന് പരമമായ ശ്രേയസ്സുണ്ടാകും. ഇവിടെയും സന്യാസിമാർ വന്ന് ദിവസവും എന്ന് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വസ്ത്രം ചോദിക്കും. ഞാൻ ഉള്ളതൊക്കെ കൊടുക്കും, എനിക്ക് എവിടുന്ന് കിട്ടിയാലും കൊടുക്കും. നമ്മൾ സ്ഥിരം കൊടുക്കുന്നത് ഒഴിച്ച്, ദയാനന്ദ വേഷ്ടി ഒഴിച്ച് ബാക്കി നമുക്ക് പല ഭാഗത്തുനിന്നും പലതും കിട്ടും. യതിപൂജകൾക്ക് പോയാലും, ക്ഷേത്രങ്ങളിൽ മറ്റ് പരിപാടികൾക്ക് പോയാലും, മറ്റ് വ്യക്തികൾ വസ്ത്രദാനമായി ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ധാരാളം വരാറുണ്ട്. അതൊക്കെ ഇങ്ങനെ വരുന്ന ചോദിക്കുന്നവർക്കാണ്. ഇന്ന് രാവിലെ കൂടെ ഒരാൾക്ക് ഒരു മുണ്ട് കൊടുത്തു.
ഒരു കണ്ടറിയാം മുഷിഞ്ഞതും കീറിയതും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അവർ ബാഗ് ചോദിക്കും ചിലർ. നമ്മുടെ ഉള്ള ഒരു ബാഗ് അവർക്ക് അർഹിക്കുന്ന ബാഗ് കൊടുക്കും. അല്ലാതെ അരിസ്റ്റോക്രാറ്റ് സൂട്ട് കേസോ VIP സൂട്ട് കേസോ ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് തോളിലിട്ട് നടക്കാൻ പറ്റുന്നതായിട്ടുള്ള സഞ്ചികൾ ദിവസവും ഇവിടെ ഉണ്ടാവാറുണ്ട്. കൊടുക്കുന്നതുകൊണ്ട് ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ആരോടും ചോദിക്കേണ്ടി വരാറില്ല. ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വഴിക്ക്. അത് അനുഭവം. ഭഗവാൻ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കുന്നുണ്ട്. ശ്രേയസ് ഉണ്ടാകും എന്നുള്ളത്. എന്തിനാ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനത്തിന് വേണ്ടി, നിങ്ങളും ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഞാൻ ചെയ്തതിനെ സ്വയം പുകഴ്ത്തുകയല്ല. സ്വയം പുകഴ്ത്തുന്നത് ആത്മഹത്യാപരമാണ്, ആത്മഹത്യക്ക് തുല്യമാണ് എന്നറിയാം. നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി പറയുന്നു. അപ്പോ ദേഹ്യാവയോ സമുചിതാനി അംഗവാസാംസി ചാർഹതോ ഭവിഷ്യതി പരം ശ്രേയോ ദാതുസ്തേ നാത്ര സംശയഃ. അപ്പോൾ സത്പാത്രത്തിൽ ദാനം ചെയ്താൽ ഈശ്വര പ്രീതി ഉണ്ടാവുകയും നമുക്ക് യോഗക്ഷേമങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുകയും ചെയ്യും. ഇവിടെ രണ്ട് ഭഗവാന്മാര് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവരെക്കാൾ അർഹരായിട്ട് ആരാണുള്ളത്? അതുകൊണ്ട് നൽകൂ എന്ന് വളരെ ഭവ്യമായിട്ടാണ് ഭഗവാൻ അംഗ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ ഈ രചകൻ ഒരു വിഡ്ഢിയായിരുന്നത് കൊണ്ട്, ഒരു മൂഢനായതുകൊണ്ട്, ഈ രാമകൃഷ്ണന്മാരുടെ മഹിമ അറിയാത്തവനായതുകൊണ്ടും, കംസനെ പോലെയുള്ളവരെ വലിയ ആളായി കരുതുന്നത് കൊണ്ടും, അല്ലേ, നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ കംസന്മാരെ പോലെയുള്ള ആളുകളെയൊക്കെ വലിയ ആളുകളാണെന്ന് കരുതുകയും സജ്ജനങ്ങളെയൊക്കെ നിന്ദിക്കുകയും ചെയ്യുന്ന കൂട്ടര് നമ്മുടെ ഇടയിലും ധാരാളം ഉണ്ട്. അപ്പോൾ അവർക്ക് ഭഗവാൻ എങ്ങനെ ശിക്ഷ കൊടുക്കുന്നു എന്നതും കൂടിയാണ് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നത്. സജ്ജനങ്ങളെ നിന്ദിക്കുകയും ദുഷ്ടന്മാരെയും മൂഢജനങ്ങളെയും അഹങ്കാരികളെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ഭഗവാൻ എന്ത് ശിക്ഷയാണ് കരുതി വച്ചിരിക്കുന്നത്, അത് കാണിച്ചു തരണം ഈ കഥയിലൂടെ. അതുകൊണ്ട് ആരെ ബഹുമാനിക്കണം എന്നതും കൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കൂ. ധനം കൊണ്ട് മതിച്ച് അഹങ്കാരികളായി മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ഹിംസ കൊണ്ടു നടക്കുന്നവരായിട്ടുള്ള ദുഷ്ടജനങ്ങളെ ഒരിക്കലും പൂജിക്കാതിരിക്കുക, അവരെ കൊണ്ടാടാതിരിക്കുക, അവരുടെ മുമ്പിൽ ചെന്ന് യാചിക്കാതിരിക്കുക. ഇതൊക്കെയാണ് സജ്ജനങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ ദരിദ്രരാണെങ്കിൽ പോലും സംസ്കാരമുള്ളവരായ സജ്ജനങ്ങളെ, ഈശ്വരഭക്തിയുള്ളവരെ, ജ്ഞാനമുള്ളവരെ, മഹാത്മാക്കളെ ബഹുമാനിക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു സന്മനസ് ഉണ്ടെങ്കിൽ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സയാചിതോ ഭഗവത പരിപൂർണേന സർവതഃ സാക്ഷേപം ഋഷിതഃ പ്രാഹ ഭൃത്യോ രാജ്ഞഃ സുദുർമദഃ. സയാചിതോ ഭഗവത പരിപൂർണേന സർവതഃ സാക്ഷേപം ഋഷിതഃ പ്രാഹ ഭൃത്യോ രാജ്ഞഃ സുദുർമദഃ. ഭഗവാനെ കുറിച്ച് പറയണു. സർവതഃ പരിപൂർണേന ഭഗവത യാചിതഃ സഹ രചകഃ. യാചിക്കപ്പെട്ടു. ആരാൽ? ഭഗവാനാൽ. എങ്ങനെയുള്ള ഭഗവാനാൽ? സർവതഃ പരിപൂർണേന ഭഗവത. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും എല്ലാം കൊണ്ടും പൂർണ്ണനുമായിരിക്കുന്ന ഭഗവാനാൽ യാചിക്കപ്പെട്ടു. ഭഗവാന് വല്ലതിൻ്റെ ആവശ്യമുണ്ടായിട്ടാണോ? അല്ലെങ്കിൽ
എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ വസ്ത്രം കൊണ്ട് ആരാധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? സർവവ്യാപിയായ ഭഗവാന് വസ്ത്രം ആര് കൊടുക്കും? ആരുടെ കയ്യിലാണ് ഉള്ളത്? ലോകത്തിലുള്ള സകല വസ്ത്രങ്ങളും കൂട്ടിച്ചേർത്താലും സർവവ്യാപിയായ ഭഗവാന് ഉടുക്കാൻ മതിയാവില്ല, അല്ലേ? ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ബ്രഹ്മാവിനെ പോലെ ഹിരണ്യഗർഭന്റെ അവസ്ഥയുണ്ടെങ്കിൽ, അതുപോലെ സൂര്യന്റെ അവസ്ഥയുണ്ടെങ്കിൽ, വിഷ്ണുവിന്റെ അവസ്ഥയുണ്ടെങ്കിൽ അങ്ങയെ ഒരുവിധം പൂജിക്കാമായിരുന്നു. അങ്ങയ്ക്ക് ഉചിതമായ രീതിയിലുള്ള വസ്ത്രങ്ങളും ദ്രവ്യങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പൂജിക്കാൻ ശ്രമിക്കാമായിരുന്നു. അതൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അപ്പം ഞാൻ എങ്ങനെ അങ്ങയെ പൂജിക്കും? സർവവ്യാപിയായ അങ്ങയ്ക്ക് എവിടുന്ന് ഞാൻ വസ്ത്രം കൊണ്ടുതരാനാണ്? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന അങ്ങയ്ക്ക് എന്തു നൽകി അങ്ങയെ തൃപ്തിപ്പെടുത്താൻ കഴിയും? ഇങ്ങനെ ചോദ്യങ്ങളുണ്ട്. അപ്പം അതുപോലെ ഇവിടെ സർവതഃ പരിപൂർണേന എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഇവനെ പരീക്ഷിക്കാൻ എന്ന പോലെ യാചിച്ചു. അല്ലാതെ ഭഗവാൻ ആവശ്യമുണ്ടായിട്ടല്ല. അങ്ങനെ യാചിച്ചപ്പോൾ യാചിതഃ സഹ അവൻ രാജ്ഞഃ ഭൃത്യഃ, കംസരാജാവിന്റെ ഭൃത്യനാണവൻ. സുദുർമദഃ, അത്യന്തം അഹങ്കാരി, ദുർമദൻ. രാജാവ് തൻ്റെ രക്ഷകനായിട്ടുണ്ട്, താൻ രാജാവിൻ്റെ സ്വന്തം ആളാണ്, രാജാവിന് പ്രിയങ്കരനാണ് എന്നുള്ള മതം, അല്ലേ? നമ്മുടെ മന്ത്രിമാരുടെയും മറ്റുമൊക്കെ ബന്ധുക്കൾക്കും മക്കൾക്കും ഒക്കെ ഉള്ള മതം തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ സേവകന്മാര്, സെക്രട്ടറിമാര്, ബോഡി ഗാർഡുകൾ, അവർക്കൊക്കെ മതങ്ങളുണ്ടാവും. ഞാൻ ഇന്നാളുടെ മന്ത്രിയുടെ സ്വന്തം ആളാണ്, മുഖ്യമന്ത്രിയുടെ ആളാണ്, ആഭ്യന്തരമന്ത്രിയുടെ ആളാണെന്നൊക്കെയുള്ള ഭാവം. അപ്പോ അങ്ങനെ സുദുർമദഃ സഹ രുഷിതഃ, രോഷത്തോടുകൂടിയവനായി കോപിച്ചുകൊണ്ട് സാക്ഷേപം പ്രാഹ, ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ. ആക്ഷേപത്തോടുകൂടെ പറഞ്ഞു. ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആട്ടുക, വലിച്ചെറിയുക എന്നാണ് ആക്ഷേപിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇവിടെ ആട്ടിത്തെറിപ്പിക്കുക, അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ പറയാം, ആട്ടുക എന്നാ പറയുക. അപ്പോൾ ഒരു ഛീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കട എന്നൊക്കെ പറഞ്ഞ് ആട്ടുന്നത് എടുത്തെറിയുന്നതിന് തുല്യം തന്നെയാണ്. ചിലർ തുപ്പുമൊക്കെ ചെയ്യും, അതൊക്കെ ദൂരേക്ക് അകറ്റാനുള്ള വഴികളാണ്. അപ്പം ഇങ്ങനെ കംസന്റെ ഭൃത്യനായിട്ടുള്ള ആ രചകൻ കംസനുമായിട്ടുള്ള സംഘം കൊണ്ട് അഹങ്കാരിയായി തീർന്ന് ദുഷ്ടത്തരത്തോടുകൂടി ഭഗവാൻ ഭവ്യതയോടുകൂടി ചോദിച്ചിട്ടും മര്യാദയ്ക്കുന്ന മറുപടി പറഞ്ഞൂടെ? അയ്യോ, ഇത് രാജാവിന്റെ വസ്ത്രങ്ങളാണ്, ഇത് വലിയ വലിയ വസ്ത്രങ്ങളാണ്, അങ്ങേക്ക് പാകമാവുകയുമില്ല. മാത്രമല്ല രാജാവ് അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും, എനിക്ക് എൻ്റെ പ്രാണനിൽ ഭീതിയുണ്ട്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് പോകാം, ഭഗവാൻ ഉപദ്രവിക്കില്ല. പക്ഷേ അവന്റെ അഹങ്കാരം, അവന്റെ മതം, ദുർമതം, അതുകൊണ്ട് അവൻ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന ഭഗവാനെ ചീത്ത വിളിക്കുന്ന ആ വാക്കുകളാണ്. ഈദൃശാന്യേവ വാസാംസി നിത്യം ഗിരിവനേചരാഹ പരിദത്ത കിമുദ്വൃത്ത രാജദ്രവ്യാണ്യഭീപ്സധ. ഈദൃശാന്യേവ വാസാംസി നിത്യം ഗിരിവനേചരാഹ പരിദത്ത കിമുദ്വൃത്താഃ രാജദ്രവ്യാണ്യഭീപ്സധ. ഭഗവാനെ, ആ ഭഗവാന്റെ കൂട്ടുകാരെയും ചേർത്ത് വിളിക്കുന്നത് ഗിരിവനേചരാഹ, കാട്ടുവാസികളെ, വനവാസികളെ എന്നൊക്കെ രീതിയിലും, ഉദ്വൃത്താഹ, ഉദ്വൃത്താഹ എന്ന് പറഞ്ഞാല് വൃത്തം ലംഘിക്കുന്നവർ, മര്യാദ ലംഘിക്കുന്നവർ, മറ്റുള്ളവർ വർത്തിക്കുന്നതിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നവരാണ് ഉദ്വൃത്തന്മാര്, ഉല്ലംഘിക്കുന്ന വൃത്തത്തോടു കൂടിയവർ. അപ്പോ
തെമ്മാടികളെ എന്നൊക്കെ അർത്ഥമാണ്. താന്തോന്നികളെ, തെമ്മാടികളെ. മര്യാദ ലംഘിച്ചുകൊണ്ട് രാജാവിൻ്റെ വസ്ത്രം ചോദിക്കുന്നു. പിന്നെ നിങ്ങൾ ദിവസവും ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണല്ലോ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതാണ് പറയുന്നത്. എന്താ? ഹേ ഗിരിവനേചരാഹ ഉദ്വൃത്താഹ, പർവ്വതത്തിലും വനത്തിലും സഞ്ചരിക്കുന്ന വനവാസികളെ, തെമ്മാടികളെ, നിങ്ങൾ നിത്യം ഈദൃശാനിയവ വാസാംസി പരിതത്ത, നിങ്ങൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള വാസസ്സുകളാണോ നിത്യവും ധരിക്കുന്നത്? പരിതത്താക്കും, നിങ്ങൾ ഇങ്ങനത്തെ വസ്ത്രങ്ങളാണോ ധരിക്കുന്നത്? അപ്പൊ ഈദൃശാനീയവ വാസാംസി എന്ന് വെച്ചാൽ രാജാവ് ധരിക്കുന്ന വലിയ ശ്രേഷ്ഠങ്ങളായ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ, രാജകീയ വസ്ത്രങ്ങൾ, ഇതൊക്കെയാണോ കാട്ടുവാസികളായിട്ടുള്ള നിങ്ങൾ ദിവസവും ധരിക്കുന്നത്? തെമ്മാടികളെ. രാജദ്രവ്യാണി അഭീപ്സത, രാജാവിന്റെ മുതൽ ദ്രവ്യങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? കൊള്ളരുതായ്മയാണ്, തെമ്മാടിത്തരമാണ് അർഹിക്കാത്തതിനെ ആഗ്രഹിക്കുക എന്നുള്ളത്. ഭഗവാൻ ആരാണെന്ന് ഇവന് പാവം അറിയില്ല. ഭഗവാൻ രാജാതിരാജനാണ്, എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്ന രാജാവാണ്, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും രാജാവാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളത് അറിയാത്ത മൂഢനായതുകൊണ്ട് ഭഗവാനെ പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് പറയണ്, തെമ്മാടികളെ, കാട്ടിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ദിവസവും ഇതൊക്കെയാണോ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്? രാജാവിന്റെ ദ്രവ്യത്തെ ആഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞ് ആട്ടുകയാണ് എന്നർത്ഥം. ഈ പറഞ്ഞതിലൊക്കെ സത്യമുണ്ട്. ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിലും വൃന്ദാവനത്തിലും ചരിക്കുന്നവരാണ്, അല്ലേ? ഗിരിവനേചരന്മാരാണ്. നിത്യവും ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിക്കുന്നത് ഭഗവാൻ. ഇതിനേക്കാൾ ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങൾ ഭഗവാൻ ധരിക്കുന്നതാണ് ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങൾ. എങ്കിലും അവന്റെ ആ ഒരു ആക്ഷേപ വാക്കുകൾ അതിന്റെ ആ അർത്ഥത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാം. ഉദ്വൃത്ത എന്ന് പറഞ്ഞതിന് മാർഗം തെറ്റി നടക്കുന്നവരെ, സദാചാരം തെറ്റി നടക്കുന്നവരെ എന്നൊക്കെയുള്ള അർത്ഥം, തെമ്മാടികളെ എന്നൊക്കെ അർത്ഥമാണ് ഇവൻ ഉദ്ദേശിച്ചത്. പക്ഷേ സരസ്വതീ ദേവി മറ്റൊരർത്ഥം കൂടി അതിന് കൊടുത്തിട്ടുണ്ട്. എന്താ? സാധാരണക്കാരുടെ വഴികളിലൂടെ അല്ല ഭഗവാൻ സഞ്ചരിക്കുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ സാധാരണക്കാരുടെ വഴികളിലൂടെ അല്ല സഞ്ചരിക്കുന്നത്. ഇവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രാമകൃഷ്ണന്മാരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുകരിക്കാനും പാടില്ല. അവർ പോകുന്ന വഴിക്ക് പോയാൽ അവരവരുടെ പാട്ടിന് പോകും. നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും കുണ്ടിലും കുഴിയിലും പെട്ടു നിൽക്കും. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള വഴികളുണ്ട്. അവർ ധർമ്മ സംസ്ഥാപനത്തിനായി കൊണ്ടുവന്ന ഈശ്വരമൂർത്തികളാണ്. അപ്പൊ അവർ ചെയ്യുന്നതിനെ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ സാധ്യമല്ല, അത് പാടുകയുമില്ല. രാമൻ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കാം. രാമൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും എല്ലാവരാലും ചെയ്യാൻ പറ്റില്ലെങ്കിലും രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്. രാമന്റെ ആ ധർമാചരണത്തെ നമുക്ക് ആവും പോലെയൊക്കെ പിന്തുടരാം യഥാശക്തി. എല്ലാവർക്കും സാധിക്കില്ല. അതുപോലെ കഠിനങ്ങളായിട്ടുള്ള ആ ധർമ്മങ്ങളെ സൂക്ഷ്മമായി തലനാരിഴ കീറി രാമൻ അനുഷ്ഠിച്ചു. അത് ശ്രമിക്കുകയാണ് നമ്മളും വേണ്ടത്, നമ്മുടെ സ്ഥാനത്തിനും ഇതിനൊക്കെ അനുസരിച്ച്. രാമൻ ഒരു രാജകുമാരൻ, ക്ഷത്രിയൻ, പിന്നീട് രാജാവായി. ആ തലങ്ങളിലുള്ള ധർമ്മമാണ് ചെയ്തത്. അത് സാധാരണക്കാർക്ക് സാധ്യമല്ല. അപ്പൊ കൃഷ്ണനെ എല്ലാവരും പിന്തുടരാൻ പാടുള്ളതല്ല. കൃഷ്ണൻ ഉദ്വൃത്തനാണ്, വഴികളെ അതിക്രമിച്ച് നടക്കുന്നവനാണ്, സ്പെഷ്യലായ ഒരു വഴിയിലൂടെ നടക്കുന്നവനാണ്. കൃഷ്ണന്റെ ചില വൃത്തികൾ മാത്രമേ നമുക്ക് അനുകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഈദൃശാന്യേവ വാസാംസി നിത്യം ഗിരിവനേചരാഹ
പരിധത്ത കിമുദ്വൃത്ത രാജദ്രവ്യാണ്യഭീപ്സത യാതാശു ബാലിശ മൈവം പ്രാർത്ഥ്യം യതി ജിജീവിഷ ബധ്നന്തി ഘ്നന്തി ലുംബന്തി ദൃപ്തം രാജകുലാനി വൈ യാദാശു ബാലിശ മൈവം പ്രാർത്ഥ്യം യതി ജിജീവിഷ ബധ്നന്തി ഘ്നന്തി ലുംബന്തി ദൃപ്തം രാജകുലാനി വൈ. അപ്പോ യാത ആശു ആശു യാത വേഗം വിട്ടോളൂ, കടന്നു പോവിൻ എന്നർത്ഥം തന്നെ. മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. ബാലിശ ബാലിശന്മാരെ, മൂഢബുദ്ധികളെ, അപക്വമതികളെ, വിഡ്ഢിത്തരം പറയുന്നു, കടന്നു പോയിന് ഇവിടുന്ന് ഉടനെ തന്നെ. ഇപ്പൊ പോയില്ലെങ്കിൽ മാ ഏവം പ്രാർത്ഥ്യം യതി ജിജീവിഷ ജിജീവിഷ യതി ജിജീവിഷ ജീവിതുമിച്ഛ, നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏവം മാ പ്രാർത്ഥ്യം, ഇങ്ങനെയൊന്നും ചോദിക്കരുത്, ഇമാതിരി അർഹതയില്ലാത്തത് ചോദിക്കരുത്, കടന്നു പോകൻ. നിങ്ങൾ ഈ ചോദിച്ച വിവരം അറിഞ്ഞാൽ രാജകുലാനി, രാജാവിന്റെ ആളുകൾ, രാജാവിന്റെ ഭൃത്യന്മാര്, ഭടന്മാരൊക്കെ വന്നിട്ട് ദൃപ്തം ത്വാം, അഹങ്കാരിയായ നിന്നെ, ബധ്നന്തി ഘ്നന്തി ലുംബന്തി, രാജഭടന്മാർ വന്ന് എന്തൊക്കെ ചെയ്യും? ബധ്നന്തി, നിങ്ങളെ ബന്ധിക്കും, പാശങ്ങളെ കൊണ്ട് ബന്ധിക്കും, കാരാഗ്രഹത്തിൽ ബന്ധിക്കും. ഘ്നന്തി, ഹനിക്കും. ലുംബന്തി, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ അപഹരിച്ചെടുക്കും, എല്ലാ തരത്തിലുള്ള ശിക്ഷകളും നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് മേലിൽ ഇമാതിരി ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അല്ലെങ്കിൽ ആവശ്യപ്പെടരുത്. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ. വിഡ്ഢികളെ, ബാലിശന്മാരെ, യാദാശു ബാലിശ മൈവം പ്രാർത്ഥ്യം യതി ജിജീവിഷ ബധ്നന്തി ഘ്നന്തി ലുംബന്തി ദൃപ്തം രാജകുലാനി വൈ. അഹങ്കാരികളായ നിങ്ങളെ രാജഭടന്മാർ വന്ന് ബന്ധിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും, സ്ഥലം വിട്ടോ. ഏവം വിഗദ്ധമാനസ്യ കുപിതോ ദേവകീസുതഃ രജകസ്യ കരാഗ്രേണ ശിരഃ കായാദപാതയത്. ഏവം വിഗദ്ധമാനസ്യ കുപിതോ ദേവകീസുതഃ രജകസ്യ കരാഗ്രേണ ശിരഃ കായാദപാതയത്. ഏവം വിഗത്തമാനസ്യ രജകസ്യ, ഇങ്ങനെ വിഗദ്ധനം ചെയ്യുന്നവനായ ആ രജകന്റെ, അപ്പോ ആരോട് എന്താ പറയുന്നതെന്നൊന്നും ഒരു ചിന്തയുമില്ലാതെ ഭഗവാനെ വെറുമൊരു പ്രാകൃത ബാലനെന്ന് കരുതി ശാസിക്കുന്ന, ആക്ഷേപിക്കുന്ന, ആട്ടിവിടുന്ന, ഇങ്ങനെയുള്ള വികത്തനം, വിഡ്ഢിത്തരങ്ങൾ പറയുന്ന രജകന്റെ നേരെ ഭഗവാൻ എന്ത് ചെയ്തു? കുപിതോ ദേവകീ സുത, കുപിതനായ ദേവകീ പുത്രൻ, കോപിച്ചവനായ ഭഗവാൻ അവന്റെ ശിരസിനെ, ശിരഹ കരാഗ്രേണ കായാദപാതയത്, കരാഗ്രം കൊണ്ട്, തന്റെ കരത്തിന്റെ അഗ്രഭാഗം കൊണ്ട്, കായാത് ശരീരാത്, അവന്റെ ശരീരത്തിൽ നിന്ന് ശിരസിനെ അപാതയത്, വേർപെടുത്തിയിട്ടു. അപ്പോ കഴുത്തിലൊരു വെട്ടിയിട്ടുണ്ടാവും കരാഗ്രം കൊണ്ട്, അല്ലേ? കരാത്തെ. ഭഗവാന്റെ വെട്ട് നല്ല മൂർച്ചയേറിയ വാളിനേക്കാൾ ശക്തമായിരിക്കും. അതുകൊണ്ട് അവന്റെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിൽ പതിച്ചു. അതാണ് ശിരഹ കായാത് ശരീരാത് അപാതയത്, പതിപ്പിച്ചു ഭഗവാന്റെ കരാഗ്രേണ. അപ്പോഴേക്കും അവന്റെ കൂടെയുള്ളവര് പേടിച്ച് അവരുടെ കയ്യിലുള്ള ഭാണ്ഡങ്ങളൊക്കെ ഇട്ടിട്ട് പലായനം ചെയ്തു. തസ്യ അനുജീവിനഃ സർവേ വാസകോശാൻ വിസൃജ്യ വൈ ദുദ്രുവു സർവതോ മാർഗം വാസാംസി ജഗൃഹ്യച്യുതഃ. തസ്യാനുജീവിനഃ സർവേ വാസകോശാൻ വിസൃജ്യ വൈ ദുദ്രുവു സർവതോ മാർഗം വാസാംസി ജഗൃഹ്യച്യുതഃ. തസ്യ അനുജീവിനഃ, അനുജീവികൾ എന്ന് പറഞ്ഞാൽ അവനെ അനുസരിച്ച് ജീവിക്കുന്നവർ, അവന്റെ അനുചരന്മാർ, അവന്റെ ഹെൽപ്പേഴ്സ്. അവൻ വലിയ ഇവരുടെയൊക്കെ ബോസ്, അലക്കുകാരുടെയൊക്കെ ഹീറോ, പ്രഭു. അവന്റെ കീഴിൽ കുറെ ആൾക്കാർ, തൊഴിലാളികൾ ഭാരം ചുമന്ന് വരുന്നുണ്ട്. അവരാണ് അനുജീവികൾ. അവർ സർവേ, അവരെല്ലാവരും വാസകോശാൻ വിസൃജ്യ, വാസങ്ങളെ
ആച്ഛാദനം ചെയ്തിരുന്ന ബാഗുകൾ അല്ലെങ്കിൽ ഭാണ്ഡങ്ങൾ, ആ കോശങ്ങളെ വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് മാർഗം സർവതഃ ദുദ്രുവുഹു, മാർഗങ്ങൾ പലതിലൂടെയും എല്ലാ മാർഗത്തിലൂടെയും അവര് ദ്രവിച്ചു പാഞ്ഞു എന്നത്. കിട്ടിയ വഴിയിലൂടെ ഓടി പ്രാണനും കൊണ്ട്. ഒരാളുടെ അവരുടെ യജമാനന്റെ തല വീണ് കിടക്കുന്നത് അവർ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെയും കൂടി തല പോകുമോ എന്നുള്ള പേടി കൊണ്ട് അവരെല്ലാം പാഞ്ഞു, പരക്കം പാഞ്ഞു എന്ന. അച്യുതഃ വാസാംസി ജഗൃഹേ, ആ അച്യുതൻ ഭഗവാൻ വാസസ്സുകളെ ഗ്രഹിച്ചു, തനിക്കിഷ്ടമുള്ള വാസസ്സുകൾ തെരഞ്ഞെടുത്തു എന്നർത്ഥം. അപ്പൊ ഈ ഭാണ്ഡങ്ങളൊക്കെ അവിടെ തന്നെ അഴിച്ച് ഓരോരുത്തർക്കും തെരഞ്ഞെടുത്തു. കൃഷ്ണൻ തനിക്ക് പറ്റിയ പീതാംബരവും തനിക്ക് ഉത്തരീയമായിട്ട് നീലാംബരവും, അതുപോലെ ജ്യേഷ്ഠന് ബലരാമന് നീലാംബരവും പീത ഉത്തരീയവും, പരസ്പരം കോൺട്രാസ്റ്റ് ആയിരിക്കുന്ന വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക. അവർ രണ്ടുപേരും ആദ്യം തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് മറ്റുള്ള കൂട്ടുകാർക്കും വിതരണം ചെയ്തു എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. വസിത്വാ ആത്മപ്രിയേ വസ്ത്രേ കൃഷ്ണ സംഘർഷണസ്തദാ ശേഷാണി ആദത്തഗോപേഭ്യോ വിസൃജ്യ ഭുവി കാനിചിത്. വസിത്വാത്മപ്രിയേ വസ്ത്രേ കൃഷ്ണ സംഘർഷണസ്തദാ ശേഷാണ്യാദത്തഗോപേഭ്യോ വിസൃജ്യ ഭുവി കാനിചിത്. കൃഷ്ണ തഥാ സംഘർഷണ ആത്മപ്രിയേ വസ്ത്രേ വസിത്വ. കൃഷ്ണനും അതുപോലെ സംഘർഷണനും ബലരാമനും ആത്മപ്രിയേ വസ്ത്രേ, വസ്ത്രേ എന്ന് പറഞ്ഞാൽ ദ്വേ വസ്ത്രേ, വസ്ത്രം വസ്ത്രേ വസ്ത്രാണി. ദ്വേ വസ്ത്രേ, രണ്ട് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാലോ വേഷ്ടിയും ഉത്തരീയവും. അങ്ങനെ രണ്ടുപേരും ഈ രണ്ട് വസ്ത്രങ്ങളെ ഇഷ്ടം പോലെ ആത്മപ്രിയേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവർക്ക് പ്രിയമായത് എന്താണ്? ഭഗവാന് പീതാംബരം, നീലക്കച്ച അല്ലെങ്കിൽ നീല ഉത്തരീയം, ബലരാമസ്വാമി മറിച്ചു. അതാണ് ആത്മപ്രിയേ വസ്ത്രേ വസിത്വ എടുത്ത് ധരിച്ചു നോക്കിയിട്ട് ശേഷാണി ഗോപേഭ്യ ആദത്ത, ബാക്കിയുള്ള ഭാണ്ഡത്തിലുള്ളതെല്ലാം ഗോപന്മാർക്കായിട്ട് കൊടുത്തു, നിങ്ങളെല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞു. കാനിച്ചിത് ഭൂമി വിസൃജ്യ അഗാത്, ഇനി ആർക്കും വേണ്ടാത്ത കുറെ എണ്ണം ഭൂമിയിൽ ഉപേക്ഷിച്ച് അവിടെ വാരി വിതറിയിട്ടതുപോലെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളതെല്ലാം അവിടെ തെരുവിൽ ഉപേക്ഷിച്ചുകൊണ്ട് അഗാത് ഗമിച്ചു തുടർന്നു. കാര്യം ആവശ്യമുള്ളതെല്ലാം ഓരോരുത്തരും അവർക്ക് വേണ്ടതെടുത്തു, ബാക്കിയുള്ളത് കളഞ്ഞു. തതസ്തു വായകപ്രീതഃ തയോർവേഷം അകൽപയത് വിചിത്രവർണ്ണൈശ്ചൈലേയൈഃ ആകൽപൈഃ അനുരൂപതഃ. തതസ്തു വായകഃ പ്രീതഃ തയോർവേഷം അകൽപയത് വിചിത്രവർണ്ണൈശ്ചൈലേയൈഃ ആകൽപൈർ അനുരൂപതഃ. അങ്ങനെ തൊട്ട് മുന്നിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഒരു തുന്നൽക്കാരൻ, തയ്യൽക്കാരൻ, വായകൻ. വായകൻ എന്ന് പറഞ്ഞാല് നെയ്ത്തുകാരൻ എന്നും കൂടി അർത്ഥമുണ്ട്. തുണി നെയ്ത്ത് ചെയ്യുക, തുന്നൽ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്നവൻ. ഇപ്പൊ വായക പ്രീത, ഭഗവാനെ കണ്ടപ്പോ സന്തോഷിച്ചവനായിട്ടുള്ള ആ വായകൻ വിചിത്രവർണ്ണൈ ചൈലേയൈ ആകൽപ്പൈ തയോ അനുരൂപത വേഷം അകൽപ്പയത്. ഈ രാമകൃഷ്ണന്മാര് കംസന്റെ വസ്ത്രങ്ങൾ എടുത്തത് വലുതാണല്ലോ അവർക്കത് വേണ്ട രീതിയിൽ ശരീരത്തിൽ ഫിറ്റാക്കി കൊടുക്കണം, ഓൾട്ടർ ചെയ്ത് കൊടുക്കണം, അതുപോലെ അതിൽ ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പൊ അതാണ് ഇവിടെ ചെയ്തത്. അദ്ദേഹത്തിന്റെ സന്തോഷത്തോടു കൂടിയിട്ട് വിചിത്ര വർണ്ണൈഹി ചൈലേയൈഹി, ബഹുവിധ വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആകൽപ്പൈഹി, ആകൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂഷണങ്ങൾ, അലങ്കാരങ്ങൾ. അപ്പോ എന്താ പറയുക, രാജകീയമായിട്ടുള്ള ഒരു തലപ്പാവൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും, തലയെക്കെട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പട്ട് ജരിക കൊണ്ട് തലയിലൊരു ബാൻഡ് പോലെയോ, കൈകളിൽ അങ്കദം പോലെയോ, അരയിൽ ഒരു നല്ല പട്ട പോലെയോ, ഒരു ഉപവീതം പോലെയോ ഒക്കെ ഡെക്കറേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ അദ്ദേഹം നന്നായിട്ട് ഈ തുണി കട്ട് ചെയ്ത് വേണ്ടതുപോലെ എടുത്ത് ഉടുക്കാനുള്ളത് പാകത്തിന് അതിന്റെ മേലെ ഡെക്കറേഷൻസ് ഏതൊക്കെ വേണം അതെല്ലാം ചെയ്തു കൊടുത്തു എന്നാണ്. വിചിത്ര വർണ്ണൈഹി ചൈലേയൈഹി ആകൽപ്പൈഹി
അനുരൂപത വേഷം അകൽപ്പയത്. രണ്ടു പേർക്കും മാച്ചിങ് ആയിട്ട് അനുരൂപമായിട്ടുള്ള വേഷങ്ങളെ കൽപ്പിച്ചു കൊടുത്തു, അലങ്കരിച്ചു കൊടുത്തു എന്നർത്ഥം. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ മല്ലയുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ വസ്ത്രമൊക്കെ നല്ല ഉറച്ചിരിക്കണം, അല്ലേ, ലൂസായിരിക്കാൻ പറ്റില്ല. അപ്പം അതിന് പാകപ്പെടുത്തി അതിന് ബെൽറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ടൈറ്റാക്കി കൊടുത്തു. കച്ച കെട്ടും പോലെയൊക്കെ, അതുപോലെ കൈകളിലും മറ്റുമൊക്കെ ബാൻഡുകളും തലയിൽ കെട്ടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ മല്ലയുദ്ധത്തിന് തയ്യാറായി. ആഭരണങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതാണ് നല്ലത് എന്ന് തോന്നി ഭഗവാൻ അതൊക്കെ ധരിച്ചു. നാനാലക്ഷണവേഷാഭ്യാം കൃഷ്ണരാമൗ വിരേജതു സ്വലംകൃതൗ ബാലഗജൗ പർവണീ വസിതേതരൗ. നാനാലക്ഷണവേഷാഭ്യാം കൃഷ്ണരാമൗ വിരേജതു സ്വലംകൃതൗ ബാലഗജൗ പർവണീ വസിതേതരൗ. പർവണി എന്ന് പറഞ്ഞാൽ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ, ഉത്സവ വേളകളിൽ ഒക്കെ അർത്ഥം. ഉത്സവവേളകളിൽ എങ്ങനെ ഇരിക്കണം, അതുപോലെ അലങ്കൃതൗ സ്വലങ്കൃതൗ, നല്ലപോലെ അലങ്കരിക്കപ്പെട്ടവരായിട്ടുള്ള സിതേതരൗ. ഒരാൾ സിതൻ, ഒരാൾ ഇതരൻ. സിതൻ എന്നാൽ വെളുത്തവൻ, ബലരാമസ്വാമി വെളുത്തവൻ. ഇതരൻ എന്ന് പറഞ്ഞാലോ വെളുപ്പിന്റെ ഓപ്പോസിറ്റ് കറുപ്പ്. അപ്പൊ സിതനും ഇതരനും, കറുത്തവനും വെളുത്തവനും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടുപേര്. സിതേതരൗ ബാലഗജൗ ഇവ കൃഷ്ണരാമൗ നാനാലക്ഷണവേഷാഭ്യാം വിരേജതു. ബാലഗജൗ ഇവ, രണ്ട് കുട്ടിയാനകളെ പോലെ. അതാണ് ഒരു കറുത്താന, ഒരു വെളുത്താന. ഒരു ഐരാവതത്തിന്റെ കുട്ടിയും ഒരു സാധാരണ ഗജേന്ദ്രന്മാരുടെ കുട്ടിയും. അങ്ങനെ ബാലഗജൗ ഇവ കൃഷ്ണരാമൗ രാമകൃഷ്ണൗ രണ്ടുപേരും നാനാലക്ഷണ വേഷാഭ്യം, പല വിധത്തിലിരിക്കുന്ന വേഷങ്ങളെ കൊണ്ട് വിരേജതുഹു വിരാജിച്ചു, ശോഭിച്ചു. ഇവ രണ്ട് കുട്ടിയാനകളും മതയാനകളും ഇങ്ങനെ രസിച്ച് നടക്കണം. അങ്ങനെയുള്ള രീതിയിൽ രാമകൃഷ്ണന്മാർ മധുരാപുരിയിലൂടെ ശോഭിച്ചു എന്നർത്ഥം. അവിടുന്ന് പോയില്ല. ആ തയ്യൽക്കാരന് ധാരാളം അനുഗ്രഹം ചെയ്യണം. തസ്യ പ്രസന്നോ ഭഗവാൻ പ്രാജാത് സാരൂപ്യമാത്മനഃ ശ്രിയം ച പരമാം ലോകേ ബലൈശ്വര്യ സ്മൃതീന്ദ്രിയം. തസ്യ പ്രസന്നോ ഭഗവാൻ പ്രാജാത് സാരൂപ്യമാത്മനഃ ശ്രിയം ച പരമാം ലോകേ ബലൈശ്വര്യ സ്മൃതീന്ദ്രിയം. ഇവിടെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അവന് കൊടുത്തു എന്ന് പറയുന്നത്. തസ്യ പ്രസന്ന ഭഗവാൻ. ഇപ്പൊ ഭഗവാന്റെ നേർക്ക് എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലേ, ഇപ്പോ ആ വായകൻ തന്റെ കഴിവുകളെയാണ് സമർപ്പിച്ചത്. കംസന്റെ വസ്ത്രങ്ങളെ പാകത്തിനാക്കി ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൃഷ്ണനെ അലങ്കരിച്ചു. അപ്പൊ നമ്മളും ഇതുപോലെ നമ്മുടെ ശക്തിക്കനുസരിച്ച് ഭഗവാന് പൂജ ചെയ്യുമ്പോൾ വസ്ത്രാദികളും ആഭരണാദികളും ഇതുപോലെയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെ പ്രസാദിക്കും എന്ന് പറയണം. പ്രസന്ന ഭഗവാൻ തസ്യ, അവന് വായകന് ലോകേ പരമാം ശ്രിയം ബലൈശ്വര്യ സ്മൃതീന്ദ്രിയം, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമമായ ശ്രീ, നല്ല ഐശ്വര്യം, ധനമെല്ലാം കൊടുത്തു. അതുപോലെ ബലം, ഐശ്വര്യ, സ്മൃതി, ഇന്ദ്രിയം. ബലമുണ്ട്, ശാരീരിക ബലമുണ്ട്, ഐശ്വര്യമുണ്ട്, നല്ല മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുന്ന ഭാവമുണ്ട്, നല്ല സ്മൃതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതുപോലെ ഇന്ദ്രിയ ശക്തികൾ, ഇന്ദ്രിയ പാടവം, ഇതെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനുശേഷം ആത്മനഃ സാരൂപ്യം പ്രാദാത്, ഇവിടെ മരണാനന്തരം ഭഗവാനുമായിട്ടുള്ള സാരൂപ്യമുക്തി എന്ന് പറയുന്ന ഭഗവാന്റെ രൂപം ധരിക്കാൻ, വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവത് രൂപം, വിഷ്ണു രൂപം ധരിച്ചുകൊണ്ടുള്ള സാരൂപ്യം എന്നുള്ളതായിട്ടുള്ള മുക്തിയും കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പൊ ഇഹലോകത്തിലും അവനെല്ലാ സുഖങ്ങളും കൊടുത്തു. ഇവിടുന്ന് പോയാലും പരലോകത്ത് അഥവാ വൈകുണ്ഠ ലോകത്തിലേക്കാണ് അവൻ പോകുന്നത് ഭഗവാന്റെ സാരൂപ്യത്തോടുകൂടി. ഭഗവാനെ പൂജിച്ചപ്പോൾ സാരൂപ്യം കൊടുത്തു എന്നർത്ഥം. ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ പറയുന്നുണ്ട്,
സാരൂപ്യം തവ പൂജനേ മഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം ശിവഭക്തി ദുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ച ചരാചരാത്മക തനുദ്യാനേ ഭവാനീപദേ സായുജ്യം മമ സിദ്ധമത്ര ജഗതി സ്വാമിൻ ത്രിലോകീ ഗുരോ. ഭഗവാനെ പൂജിച്ചാൽ സാരൂപ്യം എന്നുള്ള അനുഗ്രഹം ലഭിക്കും. ഇത് കാണിച്ചു തരുന്നു ഇവിടെ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഈ വായകന്റെ നേരെ പ്രസാദിച്ച് അയാൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഈ ലോകത്തിലും അത് കഴിഞ്ഞ് മരണാനന്തരം വിഷ്ണു ലോകവും അവിടെ സാരൂപ്യവും കൊടുത്ത് അനുഗ്രഹിച്ചു. ഇനി മറ്റൊരു കഥയാണ്, മാലാകാരനെ അനുഗ്രഹിക്കുന്ന കഥയാണ്. അപ്പം അത് നമുക്ക് വൈകുന്നേരം കാണാം. കാരണം 10 ശ്ലോകങ്ങളുണ്ട്. മാലാകാരനെ അനുഗ്രഹിക്കുന്നതും അതിനെ തുടർന്ന് പിന്നെ സൈരന്ധ്രിയെ അനുഗ്രഹിക്കുന്നതൊക്കെയാണ് വൈകുന്നേരം തുടരാൻ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകുന്നേരം 6:30 അല്ലെങ്കിൽ 6:45 നോക്കാം.